നമ്മുടെ മൊബൈലിൻ്റെ ഏത് ഭാഗവും ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ടച്ച് ചെയ്യുന്നത് ഈ ടച്ച് സ്ക്രീൻ നമുക്ക് ലോക്ക് ചെയ്തിട്ടാലോ? ചില സന്ദർഭങ്ങളിൽ കുട്ടികൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഫീസിലോ വീട്ടിലോ നമ്മൾ അലക്ഷ്യമായി ലോക്ക് ചെയ്യാതെ മൊബൈൽ വെക്കുന്ന സമയത്ത് ഒക്കെ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരും തന്നെ നമ്മുടെ മൊബൈൽ ടച്ച് ചെയ്യുകയില്ല. അതിനായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ടച്ച് ബ്ലോക്കർ എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് 1-2 പെർമിഷൻ ചോദിക്കും. അതൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്യുക. എനേബിൾ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ഇവിടെ ഒരു സ്വിച്ച് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. പെർമിഷൻ 2 പെർമിഷൻ ചോദിക്കും. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഡിസേബിൾ ഹാർഡ്വെയർ കീസ് എന്ന ഭാഗത്ത് നിങ്ങളിവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു പെർമിഷൻ കൂടി ഇവിടെ എനേബിൾ ചെയ്യുക. ടച്ച് ബ്ലോക്കർ എന്ന ഭാഗത്ത് ഓപ്പൺ ചെയ്യുക. അലോ പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് വീണ്ടും ഈ സെറ്റിങ്സ് ബാർ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വോളിയം പ്രസ് അൺലോക്ക് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഇവിടെ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ വോളിയം അൺബ്ലോക്ക് പ്രസ് കൗണ്ട് 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. 2 പ്രാവശ്യം വോളിയം കീ അപ്പ് ആൻഡ് ഡൗൺ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ബ്ലോക്ക് ചെയ്തത് നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ടച്ച് ബ്ലോക്കർ എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്ന് കിടക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. അതായത് ഈ ഒരു ലോക്കിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാവുന്നതാണ്. ഈ ലോക്ക് ചിഹ്നത്തിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ വീണ്ടും ലോക്ക് ചെയ്തിട്ട് ആ ഐക്കൺ വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ അതിൽ പ്രസ് ചെയ്യാതെ വോളിയം കീയിൽ ഞാൻ 2 പ്രാവശ്യം പ്രസ് ചെയ്യണം. അതായത് അപ്പ് ആൻഡ് ഡൗൺ ഏത് കീ ആണെങ്കിലും 2 പ്രാവശ്യം ഞാൻ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടച്ച് സ്ക്രീൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ലോക്ക് ചെയ്തിടാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്.